ഒന്ന് നിന്നേ. എന്താ? ചേലക്കര പുതിയതാ അല്ലയോ? ആണെങ്കി അതെ, കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞോന്ന് കരുതിയ സമയം ഒത്തുവന്നില്ല. അധികം ചുറ്റിക്കളിയൊന്നും വേണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അത്രയ്ക്ക് വിലക്കുറവാ? അതല്ല, ഇവിടുത്തെ ആൾക്കാര് വളച്ചേട്ടി ഒരേക്കറങ്ങ് ഏറ്റെടുത്തൂലോ, എന്നിട്ട് കാര്യം പറഞ്ഞില്ലല്ലോ ചേട്ടാ. പറയാനിയാ? എന്നാ പറ ചേട്ടാ. അതെ, മീൻകാരന്റെ പ്രേമം നാട്ടിലറിഞ്ഞ് സംഭവം വർക്കിമാപ്പിളയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ഭാഗ്യം. അപ്പൊ കാര്യൽപ്പായല്ലോ. ഇനി എന്ത് സംഭവിക്കും? സംഭവാമി യുഗേ യുഗേ. അല്ല ചേട്ടാ, അത് ചേട്ടന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, വേറെ പണിയില്ല. പക്ഷെ ഞങ്ങളുടെ മീനോടെ വെയിറ്റിംഗില. സമയത്തിന് ചെന്ന് അത് എടുത്തില്ലെങ്കിലേ ഞങ്ങളുടെ മീൻ നാറും. അപ്പൊ ചേട്ടൻ ചെല്ല്. പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ ഷേപ്പ് മാറും. ഇപ്പൊ മീൻ മാത്രമേ നാറൂ, കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാറും. രണ്ടു ദിവസമല്ലേ കണ്ടിട്ട്. മാഡം ലീവിലായിരുന്നു. അപ്പോ എന്നെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഇത് മുഷിഞ്ഞ കച്ചവടമല്ലേ, ആരെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ ഒരു ഉഷാറ് കിട്ടും. അപ്പോ കച്ചവടത്തിന് ഒരു ഭാഗമാണ് ഈ കൂടിക്കാഴ്ച അല്ലേ? കച്ചവടം നന്നായാലല്ലേ പിന്നീടുള്ളത് നടക്കൂ. ആദ്യം സെറ്റപ്പ്, പിന്നെ തയ്യാറെടുപ്പ്, പിന്നെ പിന്നെ പറഞ്ഞേ. ഒന്നുമില്ല. അല്ലാതിരിക്കട്ടെ, ഞാൻ കൊടുത്തോട്ട് മീൻ എങ്ങനെ? അടിപൊളി. ഋഷി കൊടുത്തേച്ചതായതുകൊണ്ട് ഞാനൊന്ന് മണത്ത് നോക്കി. സ്പ്രേ അടിച്ചിട്ടുണ്ടോ അറിയാനാ? എന്ന് വെച്ചോ. അപ്പൊ അമ്മച്ചി ചോദിക്കുക, നീ എന്താടി പൂച്ചയാണോന്ന്? പൂച്ച ആരാണെന്നാ ഇപ്പൊ എന്റെ സംശയം. ഒന്ന് പിടിച്ചേ. അയ്യോ, കുട്ടപ്പൻ ചേട്ടനല്ലേ? ഇതെന്തു പറ്റി? ഒന്നും പറ്റിയില്ല, കൺട്രോൾ പോയി. സൂക്ഷിക്കണേ, വയസ്സേറി വരികയല്ലേ. അയ്യോ അനിയ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല, മുടി പോയെന്നേ ഉള്ളൂ. അതെ, മുടി വളരണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. അപ്പൊ ശരി, മീൻ ഇത്തിരി കൂടി ബാക്കിയുണ്ട്. സംസാരിച്ചെന്നാലേ അരി കരിയും. അതെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. വിവരത്തിന് മണിയോടെ അയക്കണേ. പോട്ടെ. അയക്കോ കൊണ്ടുതരും, എന്തെങ്കിലും ചെയ്യാം. അനിയൻ ചെല്ല്. അല്ലേലും നിന്റെ അരി കരിയും. ഓ എന്റെ നടുവേ, ഇന്നലെ മുഖത്ത്, ഇന്ന് നടുവിന്. ശനിദശ വന്ന ഫലം തടയുക. കാലത്തെ കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ഒരു ചവിട്ടിക്കലുണ്ടായിരുന്നു. കാളെ കൊള്ളാലോ അല്ലേ? അത് പശുവിനോട് ചോദിക്കാം. രണ്ട് ചെറുപ്പക്കാര് നമ്മളെ നാട്ടിൽ മീമിക്കാൻ വന്ന കാര്യം വർക്കിച്ചറിഞ്ഞോ? പറയണ കേട്ടു. ഡിഗ്രിക്കാരാണത്രേ. ഡിഗ്രിക്കാരുടെ ഒരു ഗതികേട്. ഒരു ഗതികേടുമില്ല. അതിലൊരുത്തം പഠിച്ച കള്ളനാ. തീക്കൊള്ളി കൊണ്ടാ അതിലൊരുത്തം തലവറിയുന്നത്. മനസ്സിലായില്ല. നമ്മുടെ സോഫിയ കുട്ടിയില്ലയോ, മോള് അവനുമായിട്ടാ അവളിപ്പോ കറക്കം. താൻ ഓരോന്ന് വെച്ചോണ്ടാക്കരുത് കേട്ടോ. വെച്ചുണ്ടാക്കിട്ട് എനിക്ക് എന്ത് കാര്യം? ഒരു സൂചന തന്നെന്ന് മാത്രം. വർക്കിച്ചന്റെ മോൾ എന്റെ മോളെ പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. താനിതെങ്ങനെ അറിഞ്ഞു? തെങ്ങിന്റെ മുകളിൽ ഇരുന്ന് ഈ കുട്ടപ്പൻ അറിയാത്ത കാര്യങ്ങളില്ല, കാഴ്ചകളില്ല. അതെ, ദേവലോകത്തിരുന്ന് ഞാൻ എല്ലാ കളികളും കാണുന്നുണ്ട്. കാലത്ത് തയ്ക്കാൻ പോകുമ്പോ അവരുടെ കൂടിക്കാഴ്ച പതിവാ. അതെ, ഞാൻ ഈ പറഞ്ഞ് വർക്കിച്ച വീട്ടിൽ ചെന്ന് പോലീസൊന്നും ആവണ്ട. സാവധാനം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്ക്. അതെ, ഇനി അവനിട്ട് രണ്ട് പെടപെടച്ചാലും കുഴപ്പമൊന്നുമില്ല. നീ പുല്ലരിഞ്ഞ് വിട്ടിരുന്നോ? നിന്റെ 3 പെമ്പിള്ളേര് വല്ലവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴെങ്കിലും തീരുവോ ഈ പുല്ലരിച്ചില്? എവിടെ പോയാ തയ്യക്കാരി? അവളാ മീൻകാരനെ തയ്യലോടിപ്പിക്കാൻ പോയോ? നിങ്ങൾ എന്തോന്ന് വെച്ചായ വേണ്ടാതീനം പറയില്ലേ? ഇറങ്ങിങ്ങോട്ടല്ലേ. ആ മീൻകാരനോട്ട് എന്തോ നടി ബന്ധം? എന്ത് ബന്ധം? അവരൊന്നിച്ച് പഠിച്ചവരല്ലേ? പഠിപ്പൊക്കെ കോളേജിൽ തീർന്നില്ലേ? വയലിലും വഴിവെക്കിലോ അതിന്റെ ബാക്കി വേണ്ടാന്ന് അവളോട് പറഞ്ഞേക്ക്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവൂല. അവരുടെ പ്രേമം നാട്ടിപ്പാട്ടാ. കണ്ട തീയച്ചക്കനാട്ടി തെണ്ടി നടക്കുന്ന വർക്കിയുടെ മോക്ക് പറ്റൂല. ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ? കുട്ടപ്പൻ. നിത്യവും കാണുന്നതാ. അവൻ എന്നോട് കള്ളം പറയില്ല. ഓ, കുട്ടപ്പൻ. കുട്ടപ്പൻ. 2 തലയ്ക്കും പിടിച്ച് നടുക്ക് തീ വെക്കുന്നവനാ കുട്ടപ്പൻ. അതെങ്ങനെയാ?
അയാളോട്ടല്ലേ അന്തിക്കൂട്ട്. നീ നിന്റെ മോക്ക് സൈഡ് നിൽക്കുക. നിന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ വർക്കിയുടെ മോളെ സമ്മതിക്കില്ല. കൂടെ പഠിച്ച കുട്ടികളെ തമ്മി കാണുമ്പോ അവരെ വല്ലതും മിണ്ടിന്ന് പറഞ്ഞു നോക്കിയിരിക്കും. അത് വലിയ തെറ്റാ. നിങ്ങൾ ആദ്യം നേരെയാകും. തല്ലിക്കോ, തല്ലിക്കൊന്നു. പക്ഷെ ഒരു കാര്യം ഓർത്താ നന്ന്, വിത്തുകാലക്കാരന്റെ മക്കൾക്ക് ആ സ്വഭാവം വന്നാ അതെന്ത് കുറ്റം? എന്നെ തല്ലി എന്റെ കൈ നാറും. ഇതിലും ഭേദം മീൻകാരന്റെ നാറ്റം. അരിഞ്ഞിട്ട് മാടി. എന്റെ സഹോദരരെ, മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരം അണിഞ്ഞും മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളും ആവുകയല്ലേ ചെയ്യുന്നത്? ആമേൻ. ഒരുത്തി അവിടെ പുല്ലരിച്ചില്ല, ഒരുത്തി അവിടെ ബൈബിള് വായന. ഓ, നീ വേദപുസ്തകം അയച്ചിട്ടുണ്ട് സ്വർഗം ഭൂമിയിലേക്ക് വരും. പോയി കാളയ്ക്ക് വക്കലെടുത്തിട്ടോടീ. ഇവന് ഉറക്കമില്ലേ? നിക്ക് നിക്ക് നിക്ക്. എവിടാ പോണത്? രാത്രിയില് വേറെ കച്ചവടമൊന്നും ഇല്ലല്ലോ? രാത്രിയിൽ കച്ചവടം എനിക്കില്ല, നിങ്ങൾക്കുണ്ടോ? എവിടാ വീട്? ചന്ദനത്തോപ്പില. എന്താ മോന്റെ പേര്? ഋഷി. ലിഷിയോ അതോ കൃഷിയോ? നാവ് വഴങ്ങണ വാക്കിരിയുള്ള പേരൊന്നും കിട്ടിയില്ലേ മോന്റെ വീട്ടുകാർക്ക്? എന്ത് കൃഷിയായാലും എന്റെ കൃഷി ഇറച്ചി വെട്ട. പേര് മൂസ. നാട്ടുകാർ നമ്മളെ മൂസ കന്ന് വിളിക്കും. നമ്മളെ കൈ കൊണ്ടല്ലാതെ ഒരൊറ്റ കന്ന് പോലും ഈ നാട്ടിൽ മയ്യത്തായിട്ടില്ല. മനസ്സിലായ? ഓ, മയ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. അധികം ഞാനിവിടെ നിന്നാല് വഴിയിൽ വല്ല യക്ഷിയും പിടിക്കും. യക്ഷിയല്ല, നിന്നെ പിടിക്കാൻ പോണത് കാലനാണ്. കാലൻ വർക്കി. എടാ മോനെ, നിനക്ക് കാളവർക്കിയുടെ മോളം പ്രേമിക്കണോ? ഇനി കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നാൽ ഞാൻ എടുക്കേണ്ടി വരും. നീ ഇപ്പൊ പൊക്കോ. ഇനി എന്റെ മോടെ പുറകെ നടക്കുന്നു ഞാൻ അറിഞ്ഞ നിന്റെ ഇറച്ചി വെട്ടിയാൽ എമ്മനോ കൊടുക്കും. അയ്യേ, അത് വേണ്ട വർക്കിച്ച. പകയന്റെ ഒരു ആയുസേ പറഞ്ഞ് തീരെ മുമ്പ് വന്ന് കയറി. കാലം വർക്കി തന്നെ. ഓ, അധികം തല്ലി പതപ്പിക്കണ്ട രായപ്പൻ ചേട്ടാ, ചെത്തണ്ടതാ. നീയല്ലേ എന്നെ കൊല്ലപ്പണി പഠിപ്പിച്ചത്? പറഞ്ഞതേ ഉള്ളു. കത്തിയേ, ആണ്ടിലും സംക്രാന്തിക്കെങ്കിലും ഒല കാണണം. കുട്ടപ്പേട്ടന് അതിന് സമയം വേണ്ടേ? നല്ല സന്തോഷേ. നീ കോളേജിൽ പോക്കൊക്കെ മതിയാക്കി കുലത്തൊഴിൽ സ്വീകരിച്ചാ? ഓ, ഇപ്പൊ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല കുട്ടപ്പേട്ട. ആ പറഞ്ഞ വാസ്തവം. എന്നാലും നിന്റെ കൊല കഴിക്കുന്നേക്കാൾ ഭേദമാ. ഓ, അങ്ങോട്ട് നോക്കി. രാജപ്പേട്ട അരിവാള് കാച്ചി. ഇപ്പൊ തരാ. എന്താ അത്യാവശ്യം? നാളെ കൊയ്ത്തുള്ളതാ. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. സൂക്ഷിക്കണേ, മുറിയും. ആ രാജപ്പേട്ട കാശ് അപ്പം തരും. മഴയോട് പഠിച്ചോ? അതെ, എപ്പ തരും? അപ്പ തരും. ഓ, ആ കോളേജിൽ പഠിച്ചാലേ ഇപ്പൊ മീൻചാറും കൂട്ടി ഉണ്ണാം. മീൻകാരൻ ദിവസവും മീൻ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ടെന്ന്. ഓ, നമുക്കുണ്ട് ഇവിടെ ഒരു കോളേജ് കുമാരൻ. പക്ഷെ നമുക്കാരും ഒരു മീനും ഫ്രീ തരുന്നില്ല. അതിന് ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ കുട്ടപ്പൻ ചേട്ടാ. അതെ, കുടുംബത്തിൽ ഒരു പെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനമ്മമാര് രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ മൂന്നെണ്ണമുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. കാച്ചിയാ പിടി പിടി പിടി. ഇതൊരുമാതിരി ചേരപ്പുറത്ത് ബാണ്ടിലോറ് കയറിയണ കായല്ല. പറ്റില്ല, എഴുതിക്കോ. കാര്യടാ അത് നോക്കി ഇരിക്കുന്നവൻ. എടി, എന്താ ഇന്ന് കണ്ടില്ലേ? ആരെ? ആ മീൻകാരനെ. ഇല്ല. ആ കണ്ടു. എടി, ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത്. കോളേജ് മേറ്റാന്നും പറഞ്ഞ് നടന്ന പേരുദോഷം വന്നാ പിന്നെ അത് മായൂല. ചേച്ചി ഉദ്ദേശിക്കുമ്പോഴൊന്നും ഞാൻ ഋഷി തമ്മിലില്ല. ആളുകൾക്കത് അറിയണ്ടല്ലോ. കാളവർക്കിയുടെ മക്കൾ കയറ് പിടിച്ച് നടക്കുന്നേ അവര് പറയും. ആളുകളുടെ വായ മൂടിക്കെട്ടി ജീവിക്കാൻ പറ്റുമോ ചേച്ചി? എന്നും പറഞ്ഞ് നടന്ന അപ്പൻ അങ്ങനെ മക്കൾ ഇങ്ങനെയെന്നാവും പറച്ച്. ഗോപിമാഷോട് ചേച്ചിക്കുള്ളൊരു അടുപ്പമല്ലേ, അത്രേ ഉള്ളൂ എനിക്ക് ഋഷിയോടുള്ളതും. അത്
ഞാൻ കാളവർക്കിയുടെ മക്കൾക്ക് പാരമ്പര്യമുള്ള തറവാട്ടിൽ നിന്ന് നസ്രാണി ചെക്കന്മാരെ കിട്ടൂല. പറഞ്ഞറിയിക്കാൻ തറവാടുത്തില്ല, എടുത്തു കൊടുക്കാൻ സ്ത്രീധനു എന്ന് വെച്ച് ഇളകി അടക്ക. എന്ന് ഞാൻ പറഞ്ഞില്ല. പഴയ കൂട്ടുകാരനോടുള്ള ഒരു ആത്മബന്ധം കണ്ടുമുട്ടിയപ്പോ പുതുക്കി പോയി. അത് തെറ്റാണെങ്കിൽ ചേച്ചി അങ്ങ് ക്ഷമിച്ചേക്ക്. സോഫി, എടി, ഋഷി അല്ലേ? അതെ. ഇക്കാര്യത്തിൽ ഋഷി ഞാൻ അഭിനന്ദിക്കുന്നു. ഏത് ജോലി ചെയ്തും ജീവിക്കാമെന്ന ഈ മനോഭാവത്തെ. പക്ഷേ ഈ സൈക്കിൾ ചുറ്റിപ്രേമം അത്ര നല്ലതല്ല. ഞങ്ങളുടേത് വെറൊരു വില്ലേജാ. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് കാളവർക്കിയുടെ മക്കൾക്ക് പേരുദോഷം ഉണ്ടാക്കുന്നേ? അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. വളരെ നേരത്തെയുള്ള അടുപ്പം വീണ്ടും കണ്ടുമുട്ടിയപ്പോ അത് പുതുക്കി ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ട്. അതിന് സമയമായോ? സമയമായാൽ ആലോചിക്കാം. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ ശ്രമിക്കാം. ഒരു ഒഴിഞ്ഞുമാറ്റം ആവശ്യമാണെങ്കിൽ അതും ആവാം. പ്രണയലേഖനം തെക്കെ എങ്ങനെ എഴുതണം? ചെത്തുകാരിയല്ലോ ഞാനൊരു പുല്ല്, ചെത്തുകാരിയല്ലോ. മാഷേ, മറുപടി ആയിരിക്കും മാഷ് എഴുതുന്നത്. കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് തന്നെ എഴുതണം. കാലുതാര് തല്ലിയൊടിച്ചു. ആരും ഓടിച്ചതല്ല, ചാണകം ചവിട്ടി അതൊന്ന് കഴുകാൻ ഇറങ്ങിയതാ. കാലടിക്കാൻ വന്നേക്കും. ഈ ലേഖനം എല്ലാം കൂടെ ഒരു 19 കിലോ തൂക്കം വരുമല്ലോ. സൂക്ഷിക്കണം, ഇത് ചേലക്കരയാ. തൂക്കം കൂടിയ താങ്ങുകയല്ല. വരട്ടല്ലേ മൂസ, എന്റെ പള്ളിപ്പുറം തൊട്ടപ്പുറത്താ. അതിനങ്ങ് ആന്ധ്ര വരെ ഒന്നും പോണ്ട. നല്ല കാളയെ കിട്ടണമെങ്കിലേ ആന്ധ്രയെ തന്നെ പോണം. എന്റെ വീട്ടിലെ തൊഴുത്തിൽ 3-4 ഉണ്ട്. എന്താ നോക്കുന്നോ? ഉള്ളതാ? ആ, നല്ല തൂക്കം ഉള്ളതാ? നല്ല തൂക്കമുള്ളതാ. പക്ഷേ കുളമ്പു രോഗ. കുളമ്പ് രോഗം പിടിച്ചു പോലും. സാരമില്ല, കാളയായാലും പശുവായാലും ഇനി വിട്ടേര്. സകല അസുഖം മാറ്റി ഞാൻ വിട്ടുതരാം. അസുഖം പിടിച്ചു പോലും. മൂസ, കാലിലേ പുരണ്ടിട്ടുള്ളൂ, ദേഹത്ത് ചാണകം പുരളാതെ നോക്കണം. എടി സോഫി, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല. നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? അപ്പൻ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഋഷിയെ മറക്കണമെന്ന് മാത്രം അമ്മ പറയരുത്. ഞാൻ അയാളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്റെ കർത്താവേ, ഇതെന്തൊരു പരീക്ഷണോ? അപ്പൻ ഒരിടത്ത്, മക്കൾ മറ്റൊരിടത്ത്. അപ്പന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? വെട്ടൊന്ന്, മുറി 2. അപ്പം വെട്ടോ മുറിക്ക് എന്ത് വേണം ചെയ്തോട്ടെ, എനിക്ക് ഋഷിയെ മാത്രം മതി. എന്താടി അവിടെ? സോഫി, ദേ അപ്പൻ വന്നു, ഒന്നും മിണ്ടാതിരി. എന്നടാ